മലയാളത്തിൽ ഇപ്പൊ അധികം കാണാത്ത ഒരു ടൈപ്പ് ജോണറാണ് ഈ മാസ് മസാല മൂവീസ്. അതായത് ഒരു പക്കാ ലോക്കലില് നല്ല ആക്ഷൻ സീക്വൻസും കുറെ പാട്ടും ലാസ്റ്റിൽ കുറച്ച് ഫീൽ ഗുഡ് മൊമെന്റ്സും അങ്ങനെയൊക്കെ തരുന്ന ഒരു നല്ല സിനിമ വന്നിട്ട് കുറച്ചധികമായെന്ന എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെയാണ് ഈ ബാൾട്ടി എന്ന് പറയുന്ന ഈ സിനിമ ഇവിടെ വരുന്നത്. ഷെയ്ൻ നിഗത്തിന്റെ 25th മൂവിയാണ്. സോ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബാൾട്ടി അത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് സെക്കൻഡ് ഹാഫിനെക്കാട്ടിലും കുറെ കൂടെ വർക്ക് ആയതും കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടും അടിപൊളിയായിട്ടും തോന്നിയത്. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഇവരുടെ സ്പോർട്സും ആ കബഡിയുടെ സീക്വൻസും പിന്നെ അതിൽ നിന്ന് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, പിന്നെ ആ ഫൈറ്റ് സീക്വൻസ്, അങ്ങനെയാണ് അത് പോകുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും വരുന്നത്. ഈ ഇന്റർവെല്ലിൽ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അൽഫോൻസ് പുത്രന്റെ അടുത്ത് ഈ ഷെയ്ൻ നിഗത്തിന്റെ ഒരു സീനുണ്ട്. ഇങ്ങനെ താക്കോൽ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊരു കിടിലൻ സീനാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റും അടിപൊളിയായിരുന്നു. പക്ഷെ ആ അവിടെ വന്ന് നിന്ന് ഇങ്ങനെ കാണിക്കുന്ന ഒരു ആക്ഷനും സ്വാഗും എന്ന് പറഞ്ഞ തിയേറ്ററിൽ കയ്യടി വീണായിരുന്നു. ഞാനും അറിയാതെ എന്നെ കൈയടിച്ചു പോയൊരു സീക്വൻസ് ആയിരുന്നു. അത് കിടിലമായിരുന്നു. അവിടെ നിന്ന് പിന്നുള്ള ഫൈറ്റ്സും കാര്യങ്ങളും എല്ലാം വളരെ രസമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് സെക്കൻഡ് ഹാഫിനെക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിന് അത്രയും വർക്കൗട്ട് ആവാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ സ്പോർട്സ് മൊത്തം വിട്ട് കൂടുതലും ഈ ഗാങ്സ്റ്റർ മോഡ്, അതിന്റെ ഫൈറ്റും അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് പോയത്. വിച്ച് ഇസ് ഗുഡ്, കൊള്ളൂല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് കണ്ടൊരു സിനിമയിൽ നിന്ന് മൊത്തത്തിൽ മാറി കുറെ കൂടെ ഒരു ഇമോഷണൽ ട്രാക്കും പിടിച്ച് നമ്മൾ സ്ഥിരം കാണുന്ന ടെംപ്ലേറ്റ് മൂവിയാണ്. പക്ഷെ ചതി, വഞ്ചന, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുള്ള സംശയം, അങ്ങനെ പോകുന്നൊരിതാണ്. പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും ഒരു നീണ്ട ഫൈറ്റ് സീക്വൻസ് വരും. ഒരു 30 മിനിറ്റ്സോളം വരുന്നൊരു സംഭവമുണ്ട്. അപ്പോഴാണ് ശരിക്കുള്ള വെട്ടും കുത്തും ബ്ലഡ് ഷെഡും കാര്യങ്ങളും, പിന്നെ ഫുൾ വയലൻസ് ആണ്. അപ്പം വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാർക്കോ ലെവലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്. വെട്ടി കുത്തി അങ്ങനത്തെ ഒരു രീതിയിൽ പോകും, നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ പിന്നെ ഷെയ്ൻ നിഗത്തിന്റെ ഒരു റൊമാൻസ് സ്റ്റോറി സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതും കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോവാ. അതേപോലെ ഇവര് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിറ്റ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ ഇല്ലയോ, ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളിലുള്ള രീതിയിൽ ഒരു ബിറ്റ് ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു വൺ ടൈം അടിച്ചു പൊളിച്ച് നമുക്ക് തിയേറ്ററിൽ ആഘോഷിച്ച് വരാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം, ഇതിലെ പാട്ടെല്ലാം സായി അഭയങ്കർ ചെയ്തതാണ്. മലയാളത്തിൽ തന്നെ മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി ഇത്രയും പ്രതിഫലം കൊടുത്ത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് കേട്ടത്. അപ്പോൾ അതിലെ പാട്ടുകളും അത്യാവശ്യം നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അടിപൊളിയായിരുന്നു. നമുക്ക് ആ ഒരു എനർജി ഒക്കെ തരുന്നുണ്ട്. ഒരു ഫൈറ്റ് നടക്കുന്നതിന് മുന്നേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കിടിലമായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു മലയാളം സിനിമ കാണുന്ന പോലെ തോന്നത്തില്ല, കൂടുതലും ഒരു തമിഴ് സിനിമ കാണുന്ന ഫീലാണ് തരുന്നത്. അപ്പം ഇടയ്ക്ക് ആൾക്കാർ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നതാണെങ്കിൽ ഒരു തമിഴ് ടച്ച് ഒക്കെ വെച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇത് ഒരു കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആ ഒരു രീതിയിൽ അപ്പം മൊത്തത്തിൽ ഷെയ്ൻ നിഗത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പം പുള്ളിയുടെ ഈ മാസ് അവതാർ അല്ലെങ്കിൽ ഫൈറ്റ്, റിവെഞ്ച്, ആ ഒരു ക്യാരക്ടറൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി എന്റർടൈനർ തന്നെയായിരുന്നു ബാൾട്ടി.